ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ നിർണായക നീക്കം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തുവെന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നമ്മളെ തേടിയെത്തുന്നത്. വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എപ്പോഴായിരുന്നു ചോദ്യം ചെയ്യൽ? തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടോ? ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ, പ്രാഥമിക വിവരശേഖരണം എന്ന രീതിയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇത്രയും നാളുള്ള ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത തരത്തിലേക്കുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഇത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മൂവായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയമാണ്. രണ്ടു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ SIT വിവരശേഖരണത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു നിലപാടെടുത്തിരുന്നു. എന്നാൽ അതിനു പിന്നാലെ ഇപ്പോൾ അവർ കടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരം. അതിൽ തന്നെ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, കേവലം കടകംപള്ളി സുരേന്ദ്രനെ മാത്രമല്ല ചോദ്യം ചെയ്തത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ 2024 സമാനമായി 2019 സമാനമായി ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ ഇളക്കി ഇതിന്റെ പരിപാടികൾക്കായി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ളൊരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ട് അതാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം. അതിനുശേഷമാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം കോടതി അറിയിക്കുകയും കോടതി SIT അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. ഇക്കാര്യത്തിൽ രണ്ടു തരത്തിൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ഈ വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലെ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുമാണ് എന്നുള്ളതാണ്. ഏതായാലും ആ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയമായി കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്തുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ അത് കൂടുതൽ കടക്കുന്നില്ല എന്നുള്ള ചോദ്യം ഹൈക്കോടതി ഉയർത്തിയിരുന്നു. ഉന്നതരിലേക്ക് പോകുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ഹൈക്കോടതി ഉയർത്തിയിരുന്നു. ഇതിലിപ്പോൾ ഇന്ന് പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന സമയത്ത് പത്മകുമാർ പണ്ട് പറഞ്ഞ ആ ദൈവതുല്യൻ ആരാണ്, കടകംപള്ളിയാണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് ആ ചോദ്യത്തിനാണോ മറുപടി പറഞ്ഞത് എന്നറിയില്ല. പത്മകുമാർ അതിൽ പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. അതിൽ ഒരു വിശദീകരണത്തിനോ എന്തെങ്കിലും വ്യക്തത വരുത്താനോ പത്മകുമാർ തയ്യാറായില്ല. ഈ ശനിയാഴ്ച ഈ മൊഴി എടുത്തു അല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഈ പ്രവാസി വ്യവസായി നൽകി എന്ന് പറയുന്ന മൊഴി, അവിടെ തിരുവനന്തപുരത്തെത്തിയ ഒരു ഉന്നതന് പണം നൽകിയെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതിനിടയിൽ മൊഴി എന്ന മട്ടിൽ പുറത്തു വന്നിരുന്നു. അതിനൊക്കെ പിന്നാലെ നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ജനുവരി പകുതിയോടുകൂടി അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയം ഹൈക്കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കും. ആ ഒരു ഘട്ടത്തിൽ നടക്കുന്ന ചോദ്യം ചെയ്യൽ വളരെ ക്രൂഷ്യലാണ്, വളരെ നിർണായകമാണ്. അതിൽ എന്തെങ്കിലും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്നതുകൂടിയാണ് ഇനി അറിയേണ്ടത്. ഒരു പക്ഷേ ഇനി അടുത്ത ആഴ്ച ഇതിന്റെ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ വരുമ്പോൾ മാത്രമായിരിക്കും SIT ഔദ്യോഗികമായി എന്തെങ്കിലും പറയുക, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ അപ്ഡേറ്റഡ് ആയി സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ രണ്ടു തരത്തിൽ, ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, രണ്ട് A പത്മകുമാർ, ഇവരുടെ മൊഴിയിൽ നിന്ന് ഈ കൂടുതൽ ഉന്നതരിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള സംശയമുണ്ടായിരുന്നു. ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ അക്കാലത്ത് വകുപ്പ് മന്ത്രിയാണ്, ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓഫീസ് സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ A പത്മകുമാറും ഒക്കെ നൽകിയിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഇതുമായി കണക്ട് ചെയ്തതല്ല. പക്ഷേ SITയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പലതരത്തിലുള്ള വിവരശേഖരണം ആവശ്യമായിട്ടുണ്ട്. വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്, അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ തേടിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും അത് വളരെ നിർണായകമായി നിൽക്കുമ്പോൾ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്ന ഘട്ടം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് SIT അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിൽ കോടതിയിൽ അവരുടെ അന്തിമ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കടക്കുന്നത് അത് സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. മാത്രമല്ല, ഈ കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഈ A പത്മകുമാർ അടക്കം നൽകിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ചില വിവരങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ വകുപ്പിനോ വകുപ്പ് മന്ത്രിക്കോ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനോ പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ SITക്ക് തേടേണ്ടതായിട്ട് വരും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് SIT ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഏതായാലും ആ വിഷയം ആ രീതിയിൽ അങ്ങനെ പുരോഗമിക്കുമ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. PS പ്രശാന്തിനെ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2024 സമാനമായി, അതായത് 2019 സമാനമായി അങ്ങനെ ഒരു നീക്കം, ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ പ്രഖ്യാപിച്ച അന്വേഷണമല്ല, പകരം ഇങ്ങനെ ഒരു നീക്കം നടന്നത് തന്നെ അറിയിച്ചിട്ടില്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു മൊഴി അദ്ദേഹം ചില വിവരങ്ങൾ കോടതിയെ അറിയിക്കുന്നു. അങ്ങനെ ഒന്ന് അന്വേഷണമാണ്. അപ്പോൾ ഈ PS പ്രശാന്തിന്റെ പങ്കടക്കമുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ വീണ്ടും
വീണ്ടും അങ്ങനെ ഒരു സംഭവം നീക്കം നടക്കുമ്പോൾ അതിൽ വീണ്ടും അങ്ങനെ ഒരു ആസൂത്രണമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.